ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മാജിക് റെസിപ്പീസ്. നമ്മളിന്ന് ഒരു കോണ്ടിനെൻ്റൽ ഡിഷാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, ഓറഞ്ച് ചിക്കൻ. അതിന് വേണ്ടിയിട്ട് ഇവിടെ ബ്രസ്റ്റ് പീസ് ചിക്കനെ വാങ്ങിച്ചിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്, ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്, പെപ്പർ പൗഡർ ഉണ്ട്, കോൺഫ്ലവർ, മൈദ, മുട്ട. ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. ആദ്യം തന്നെ നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഞാൻ 1 by 1 ആയിട്ട് അതിൻ്റെ അളവ് പ്രകാരം പറഞ്ഞു തരാം, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. എപ്പോഴും കോണ്ടിനെൻ്റൽ ഡിഷൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ അളവ് കൃത്യമായി തന്നെ എടുക്കാൻ ശ്രമിക്കുക. കോൺഫ്ലവർ 1 കപ്പ് അളവിലാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. 1.5 കപ്പ് അളവിൽ നമ്മൾ മൈദ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി നല്ലപോലെ മിക്സ് ചെയ്യാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിലാണ് നമ്മളിവിടെ പെപ്പർ പൗഡർ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വൈറ്റ് പെപ്പറാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. വൈറ്റ് ലെഗോണാണ് ഞാനിവിടെ എടുത്തിരിക്കുന്ന മുട്ട, കോഴിമുട്ട ഉപയോഗിക്കാം. ഇനി ഇത് നമുക്കൊരു ബാറ്ററായിട്ട് തയ്യാറാക്കിയെടുക്കണം. അതിലേക്ക് വെള്ളം അളവ് നോക്കി കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തൊരു ബാറ്റർ തയ്യാറാക്കാം. നമുക്കിത് നമ്മുടെ ചിക്കൻ്റെ പീസ് മാരിനേറ്റ് ചെയ്ത് വെക്കാനുള്ള ബാറ്ററാണ്. അപ്പോൾ അതേ അളവിൽ നമുക്ക് ബാറ്റർ തയ്യാറാക്കി എടുക്കാം. കണ്ടോ, ഈ ഒരു ടെക്സ്ചറിലാണ് നമുക്ക് കിട്ടേണ്ടത്. നന്നായിട്ട് ഒരു വിസ്ക് വെച്ച് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. കട്ടയൊന്നുമില്ലാതെ ഉടച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ബാറ്റർ തയ്യാറാക്കാനുള്ള അളവ് കൃത്യമായി നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയല്ലോ. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മളിവിടെ പീസാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് ഒരു 30 മിനിറ്റ്സ് 30 മിനിറ്റ് നമുക്ക് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. നമ്മുടെ ചിക്കൻ്റെ പീസൊക്കെ ഇതുപോലെ മുങ്ങിക്കിടക്കത്തക്ക രീതിയിലായിരിക്കണം നമ്മൾ ബാറ്റർ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും നല്ല പോലെ മാരിനേഷൻ പിടിച്ച് റെഡിയായി കിട്ടണം. കണ്ടോ, എല്ലാം കൂടി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇനി ഒരു ക്ലിംഗ് ഫിലിം വെച്ചിട്ട് നല്ല പോലെ എയർ ടൈറ്റ് ആയിട്ട് നമുക്ക് അടച്ചു മൂടി 30 മിനിറ്റ് റെസ്റ്റിന് വെക്കാം. അതിനുശേഷമാണ് നമ്മൾ ഒരു 30 മിനിറ്റിന് ശേഷം നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കേണ്ടതുണ്ട്. ഒരു പാൻ വെച്ച് നല്ലപോലെ ചൂടായ ശേഷം നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന എണ്ണ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത്. എണ്ണയുടെ അളവ് കുറച്ച് അധികം നമ്മൾ കൊടുക്കണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ നല്ലപോലെ മുങ്ങിക്കിടന്ന് വേണം ഫ്രൈ ആയിട്ട് വരാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് എണ്ണയുടെ അളവ് കുറച്ചധികം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ അത്യാവശ്യം നല്ലപോലെ ചൂടാവട്ടെ. അത്യാവശ്യം നന്നായി ചൂടായി കിട്ടിയിട്ടുണ്ട്. ഒരുപാട് തിളച്ച പോലെ ആവരുത് കേട്ടോ എണ്ണ. അത്യാവശ്യം നല്ല പോലെ ചൂടായി. ഇപ്പോൾ ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാം കൂടി ഒരുമിച്ചിട്ട് ഫ്രൈ ചെയ്യരുത്. ഒന്നൊന്നായിട്ട് പെറുക്കി പെറുക്കി ഇട്ട് കൊടുത്ത് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. ചില്ലി ചിക്കനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്യില്ലേ, അതുപോലെ തന്നെ ഓരോരോ പീസ് പെറുക്കിയിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്യാം. ചിക്കൻ നല്ലപോലെ വെന്ത് കിട്ടട്ടെ. ഞാനിവിടെ ഒരു 1/2 കിലോയ്ക്ക് മേലെയാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന ചിക്കൻ. ബ്രസ്റ്റ് പീസ് ആയിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും വീഡിയോസ് ഇടാനും ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെയുള്ള പ്രചോദനം. നമ്മുടെ മാജിക് റെസിപ്പി ഫാമിലിയിലെ ഒരുപാട് സ്നേഹത്തോടെ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്. അവരോടൊക്കെ തിരിച്ചും അതേ സ്നേഹത്തോടു കൂടി നമുക്കും ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. തീർച്ചയായിട്ടും അതുകൊണ്ടൊക്കെ തന്നെയാണ് പല പല ഡിഷസ് കോണ്ടിനെൻ്റലാണെങ്കിലും സൗത്ത് ഇന്ത്യനും നോർത്ത് ഇന്ത്യനും ഒക്കെ നമ്മൾ ഇടുന്നത്. എല്ലാവർക്കും ഒരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു സ്നേഹമുണ്ടല്ലോ, അത് വളരെ നന്നായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ നിങ്ങളും തിരിച്ച് സപ്പോർട്ട് വേണം കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തു. ഇതുപോലൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യണം.
അടുത്ത പോർഷനും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്യാം. എപ്പോഴും നമ്മൾ കോഴിയൊക്കെ വാങ്ങുന്ന സമയത്ത്, ചിക്കൻ വാങ്ങുന്ന സമയത്ത് അതിൽ മാംസത്തിൻ്റെ പീസ് ഉണ്ടാവുമല്ലോ, എല്ല് കൂടാതെയുള്ള കഷ്ണങ്ങൾ. ആ കഷ്ണങ്ങൾ ഇതുപോലെ ചെറിയ രീതിയിലൊക്കെ നമുക്കിങ്ങനെ വെറൈറ്റി ഡിഷസൊക്കെ ഉണ്ടാക്കാനായിട്ട് മാറ്റി വെച്ചാൽ, നമ്മൾ കറിയിലൊക്കെ ആ മാംസത്തിൻ്റെ കഷ്ണം ഇടുമ്പോൾ ചിലപ്പോൾ എല്ലാവരും കഴിക്കണം എന്നില്ല. എല്ലിൻ്റെ പീസാണ് മിക്കവർക്കും ഇഷ്ടം എന്ന് എനിക്ക് തോന്നാറുണ്ട്. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതുപോലുള്ള പീസ് കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സോസ് തയ്യാറാക്കാം. നമ്മൾ ചിക്കനെല്ലാം ഫ്രൈ ചെയ്ത് മാറ്റി. ഇനി നമുക്ക് സോസ് തയ്യാറാക്കാം. സോസ് തയ്യാറാക്കാൻ ഇതുപോലെ ഒരു കടായി വെക്കുക. കടായിൽ കുറച്ച് 2 ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് 3 വലിയ അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്ത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് എടുക്കുക. എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കണ്ടോ, നല്ലപോലെ വഴറ്റിയെടുക്കാം. പച്ചമണം മാറുന്ന അളവിൽ കേട്ടോ, ഒരുപാട് നമ്മൾ വഴറ്റി പേസ്റ്റ് പോലെ ആക്കരുത്. ഇനി ഇതിലേക്ക് നമുക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് 1/4 ടേബിൾ സ്പൂൺ അളവിലാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് 1/4 കപ്പ് അളവിൽ. സാധാരണ നമ്മുടെ പഞ്ചസാര നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി ബ്രൗൺ ഷുഗർ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. അതും ഇതേ അളവ് തന്നെ, 1/4 കപ്പ് അളവ്. ഈ സോസ് തയ്യാറാക്കാനായിട്ട് ഇങ്ങനെയാണ്, ഓറഞ്ച് ചിക്കൻ്റെ സോസ് തയ്യാറാക്കുന്നത് ഇങ്ങനെയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ ഓറഞ്ച് ജ്യൂസ് ഇട്ട് കൊടുക്കാം. 2 ഓറഞ്ച് നന്നായി പിഴിഞ്ഞെടുത്താൽ ഈ 1/4 കപ്പ് അളവിലുള്ള ഓറഞ്ച് ജ്യൂസ് നമുക്ക് കിട്ടും. വെള്ളമൊന്നും ചേർക്കരുത്. ഓറഞ്ച് ജ്യൂസ് പ്യൂറായിട്ട് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അതിനുശേഷം 1/4 കപ്പ് അളവിൽ വിനാഗർ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഓറഞ്ച് ചിക്കന് ഒരു പ്രത്യേക സ്വാദാണ്, കോണ്ടിനെന്റൽ ഡിഷാണിത്. ഇനി ഇതിലേക്ക് നമുക്ക് സോയാ സോസ് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ അളവിലാണ് നമ്മളിവിടെ സോയാ സോസ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ എടുത്തിട്ട് അതൊന്ന് ഇതുപോലെ വെള്ളം ചേർത്തെടുക്കുക. ഒന്ന് ലിക്വിഡാക്കി എടുത്ത ശേഷം അതും നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി ഇത് നമ്മൾ എണ്ണയാണ്, സെസ്മി ഓയിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ അളവിൽ. അതിനുശേഷം നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ, ഫ്രൈ ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. വളരെ ഈസിയാണ്, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അളവൊന്നും തെറ്റാതെ ശ്രദ്ധിച്ച് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. ഓറഞ്ച് ചിക്കൻ ഒരു കോണ്ടിനെന്റൽ ഡിഷാണ്, ഒരു സ്റ്റാർട്ടറാണ്. ഫ്രൈഡ് റൈസിൻ്റെയും ന്യൂഡിൽസിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്. കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഇതിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഒരു ടെക്സ്ചർ കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കുന്നതാണ്. ഗ്രേവി അധികം ഉണ്ടാവില്ല, സെമി ഗ്രേവി പോലും ഉണ്ടാവില്ല. ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ നമ്മൾ ഉണ്ടാക്കിയ സോസ് എല്ലാം പൊതിഞ്ഞു പിടിച്ച് ആണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് എള്ള്, വെളുത്ത എള്ള്, സെസ്മി സീഡ്സ് ഇട്ട് കൊടുക്കാം. ഒരു പിഞ്ച് അളവിൽ ഇട്ട് കൊടുത്താൽ മതി. അത് ഒരു അലങ്കാരത്തിനാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. സ്പ്രിംഗ് ഒനിയൻ ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ. ചെറിയൊരു സ്വീറ്റ്നെസ്സും ഉണ്ട്. സ്വീറ്റ് ആൻഡ് സോർ എന്ന് പറയില്ലേ, ആ ഒരു രുചിയാണ് ഇതിന് കിട്ടുക. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും, നമ്മൾ വലിയ ആളുകൾക്ക് ഇഷ്ടമാകും. കണ്ടോ, നല്ല ഒരു ഡിഷ്. സാധാരണഗതിയിൽ നമ്മൾ വലിയ സ്റ്റാർ ഹോട്ടലിലൊക്കെയാണ് കോണ്ടിനെന്റൽ ഡിഷൊക്കെ കഴിക്കാൻ പോകുന്നത്. നമുക്കിത് വീട്ടിലുണ്ടാക്കാന്നേ. ഇതുപോലുള്ള ചിക്കൻ്റെ ഒരു ബ്രസ്റ്റ് പീസൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും തരാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് നമ്മളെ കൂടെ കൂട്ടിയേ കേട്ടോ.
അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. ഒരുപാട് സ്നേഹത്തോടെ. താങ്ക് യു വെരി മച്ച്.